50ാമത്തെ ദിവസം ഒരു ട്വിസ്റ്റ് നടക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇനി ബോയ്സ് ഗേൾസ് കൺസെപ്റ്റ് ഇല്ല. അതെ, ഇനി ബോയ്സ് ഗേൾസ് കൺസെപ്റ്റ് ഇല്ല. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുക എന്നുള്ളതാണ് കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത്. വളരെ നല്ല കാര്യം, സൂപ്പർ. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ട്വിസ്റ്റ് 50ാമത്തെ ദിവസം ബോയ്സ് അപ്പുറത്തേക്കും ഗേൾസ് ഇപ്പുറത്തേക്കും വരുമെന്നായിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ ആഴ്ച തന്നെ നടന്നു. അപ്പം ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഇത്ര വേഗം നടന്നോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ ഇന്ന് ഇപ്പം ഈ എന്താ പറയുക, ഇവരുടെ ആ ഒരു കോർട്ട്, ആ ഒരു മതിലെടുത്ത് ദൂരെ കളഞ്ഞിരിക്കുകയാണ്. ഇനി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുമിച്ച് മിക്സഡ് ആയിട്ട് ജീവിക്കാം, അതെ, പ്ലേ ചെയ്യാം, കളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും കളികളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഞാൻ ഈ സാധനം പ്രതീക്ഷ എപ്പോഴാണെന്ന് അറിയാം, ഒരു 70 ദിവസമൊക്കെ ആകുമ്പോൾ എടുത്ത് കളയും. തമിഴ് സീസണിൽ സാധാരണ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിഗ് ബോസും സ്മാൾ ബോസും വന്നിട്ട് അത് എടുത്ത് കളഞ്ഞത് ഒരു 70ാമത്തെ ഡേയൊക്കെ ആയപ്പോഴാണ് എടുത്ത് കളഞ്ഞത്. അതുവരെ എടുത്ത് കളഞ്ഞൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എക്സ്പെക്ട് ചെയ്യാത്തത്. പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷെ 50ാമത്തെ ആഴ്ച ഞാൻ പ്രതീക്ഷിച്ചു, 50ാമത്തെ വീക്കിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരാഴ്ച ഫ്രീ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയാണ് കൊടുത്തത്. ഒരാഴ്ച ഫ്രീ, പിന്നെ ഒരാഴ്ച ഒന്നും ചെയ്യേണ്ട, ഒരാഴ്ച നോർമൽ. അപ്പം ഇതെന്തായാലും മാറ്റിക്കോളാം. ഇപ്പം മിക്സഡ് ആയി. ആ റൂമിൽ ആണുങ്ങളുടെ സിംഗിൾ ബെഡുള്ള റൂമിൽ ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് കുറച്ച്, പിന്നെ ഡബിൾ ബെഡ്റൂമിൽ ആണുങ്ങൾ പെണ്ണുങ്ങളായിട്ട് കുറച്ച്, അങ്ങനെ 8 പേര് വീതമാണ് ഇപ്പോൾ താമസിക്കുന്നത്. കൊള്ളാം. പിന്നെ ഇന്നത്തെ വീക്കെൻഡിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡിൽ കൊള്ളാം. പക്ഷെ വീക്കെൻഡ് സാജനയുടെ ആ ഒരു ഷോപ്പിങ്ങിന്റെ ഒരു കേസ്, സാജനയാണ് അതിനകത്ത് തെറ്റുകാരി എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ സാജന തെറ്റുകാരി അല്ല. ആക്ച്വലി അത് ഡിസ്കസ് ചെയ്തു. പക്ഷെ സാജന തെറ്റുകാരി അല്ലെന്നുള്ള കാര്യം ഒരു വീഡിയോ പോലും പ്ലേ ചെയ്ത് ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല, ഒന്നുമേ കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ആ ഒരു സാധനത്തിനകത്ത് ചർച്ച ചെയ്തു. സാജനയും ഈ പറഞ്ഞ പോലെ ജാക്ലിനും അൻഷിതയും കൂടെയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യുന്ന അല്ലാതെ അതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരിയെന്നോ സാജനയുടെ ഭാഗത്ത് ശരിയുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ 50ാമത്തെ ദിവസമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, ഒരു സാധനവും ഇല്ല. ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ പറയാം 50ാമത്തെ ദിവസമായിട്ട് സെലിബ്രേഷനിൽ മുങ്ങി ചത്തുപോയി എന്നൊക്കെ പറയും. പക്ഷേ സെലിബ്രേഷൻസ് ഒക്കെ കുറച്ചൊക്കെ വേണം. ഒരു പാട്ടോ ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു സ്കിറ്റോ അവരുടെ വീട്ടിൽ നിന്നുള്ള വീഡിയോസോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ 50 ദിവസത്തെ എക്സ്പീരിയൻസോ ഒക്കെ ചോദിക്കാം. ഇത് അങ്ങനെ ഒന്നും അല്ല നടന്നിരിക്കുന്നത്. ആ സാധനങ്ങളൊന്നുമില്ല. അപ്പം 50ാമത്തെ ദിവസത്തിന് ഒരു ഗുമ്മില്ല. മറ്റേ 50ാമത്തെ ദിവസത്തിന് കേക്കൊക്കെ അയച്ചു കൊടുക്കും. ഇവർക്ക് കേക്ക് കൊടുത്തെങ്കിൽ ആ കേക്ക് കട്ട് ചെയ്യുന്ന പോർഷൻ പോലും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. കണ്ടസ്റ്റൻസ് ഫുള്ള് ഷോക്കാണ്. ഇനി എങ്ങനെ കളിക്കുമെന്ന് ആലോചിച്ചിട്ട്. കാരണം അവർ ഇത്രയും ദിവസം 50 ദിവസം ടീമായിട്ട് നിന്നാണ് കളിച്ചത്. ഇനി അവർ ഒറ്റയ്ക്ക് കളിക്കണം. അതാണ്. പിന്നെ അവർക്ക് ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്തു. ഒരു ബാഡ്ജ് പോലെ കൊടുത്തിട്ട് എത്ര ദിവസമാണ് ഇവരുടെ അലൈവായിട്ട് നിന്നത്, ഇപ്പോൾ എത്ര ദിവസമായിട്ട് ചത്ത് ഇവിടെ നടക്കുകയാണെന്നുള്ള കാര്യം അത് കൊടുത്തു. പിന്നെ വർഷിണി എവിക്റ്റഡ് ആണ്. ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വർഷിണി എവിക്റ്റഡ് ആയി. പിന്നെ വർഷിണി എവിക്റ്റഡ് ആയത് ഞാൻ പറഞ്ഞല്ല, എവിക്റ്റഡ് ആണെന്ന് അറിഞ്ഞിട്ടാണ് പറഞ്ഞത്. പിന്നെ ഈ കോട്ടിൻ്റെ കാര്യം, വീടിൻ്റെ മതിലിനെ മാറ്റുന്ന കാര്യം, അത് ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞത്. പിന്നെ അർണവിൻ്റെ റീ എൻട്രിയെ കുറിച്ച് വീണ്ടും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അർണവിൻ്റെ റീ എൻട്രി ഒന്നും ഇല്ല. അത് അടുത്ത ആഴ്ച, അഥവാ റീ എൻട്രി ഉണ്ടെങ്കിൽ തന്നെ അതൊരു പക്ഷേ അടുത്ത ആഴ്ചയായിരിക്കും. ഈ ആഴ്ച അങ്ങനെ റീ എൻട്രി ഒന്നും തന്നെ ഇല്ല. പിന്നെ അപ്പം നമുക്ക് ടാസ്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സംസാരിച്ച് വൈകിപ്പിക്കേണ്ട. തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8ന്റെ ഡേ 49 നവംബർ 24-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാനുള്ള ഒരു കാര്യം, 50 ദിവസമായി നമ്മൾ എന്ത് ചെയ്തിട്ട് റിവ്യൂ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് എൻ്റെ റിവ്യൂ? ഞാൻ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് കുറവാണോ? ആർക്കെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താ പേഴ്സണലി തോന്നുന്നത് എന്നുള്ള കാര്യം മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഇന്ന് 50th എപ്പിസോഡാണ്. 50th ഡേ അല്ല, 50th ഡേ നാളെയാണ്. ഇന്ന് 50th എപ്പിസോഡാണ്. ആക്ച്വലി അവർ വീട്ടിൽ കയറിയിട്ട് 50ാമത്തെ ദിവസമായി. കാരണം 0 മുതലാണ് ഡേ എണ്ണുന്നത്. അപ്പോൾ ഇന്ന് 50ാമത്തെ ദിവസമായി. പക്ഷെ നാളെയാണ് അത് വരുന്നത് എപ്പിസോഡിൽ. അപ്പം ഫസ്റ്റ് തന്നെ 50th എപ്പിസോഡാണ് എന്നൊക്കെ പറഞ്ഞ് വിജയ് സേതുപതി വരുന്നു, സ്ക്രീനിൽ ചേരുന്നു. ഒരു ബാഡ്ജ് ആദ്യം തന്നെ സ്റ്റോർ റൂമിൽ നിന്ന് വരണം. ഓരോരുത്തരുടെ കയ്യിലും ഓരോ ബാഡ്ജ് കൊടുക്കുന്നു. ആ ബാഡ്ജിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേരെഴുതാം. പേരെഴുതിയിട്ട് ഈ വീട്ടിലിപ്പോൾ ചുമ്മാതെ ഇരിക്കുകയാണ്. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അവരവിടെ ചുമ്മാതിരിക്കണം. അപ്പോൾ എത്ര ദിവസമാണ് അവർ ഈ വീട്ടിൽ ആക്റ്റീവായിരുന്നത് എന്നുള്ള ആ ഡേയുടെ നമ്പർ എഴുതി. ഇപ്പോൾ 7 ദിവസം ആക്റ്റീവായിരുന്നെങ്കിൽ 7ാമത്തെ ദിവസം മുതൽ ഇന്നിപ്പോൾ 50ാമത്തെ ദിവസത്ത് നിൽക്കുമ്പോൾ ഇവർ ചത്തിരിക്കുകയാണ് എന്നല്ല, ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ പേരും ആ നമ്പരും അത്രയാണ് എഴുതാറുള്ളത്. അപ്പോൾ ദീപക്, വർഷിണി 7 ദിവസം ഇവിടെ വന്നിട്ട് 7ാമത്തെ ദിവസം മുതൽ വർഷിണി ഇവിടെ ഈസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒന്നുമില്ല. ആ 7 ദിവസത്തെ ജീവൻ മാത്രമേ വർഷണിക്ക് ഉള്ളൂ. മഞ്ജരി സൗന്ദര്യയാണ് എഴുതുന്നത് 14 ദിവസം. ആ ഒരു വീക്കിലുള്ള ഇംപ്രഷൻ കൊണ്ടാണ് സൗന്ദര്യ വന്ന് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ മഞ്ജരിയൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞില്ല. കാരണം ആദ്യത്തെ ആ 2 ആഴ്ചയാണ് ഈ പറഞ്ഞ സൗന്ദര്യം ചത്ത് കിടന്നത്. അതിനുശേഷം സൗന്ദര്യം എന്ത് കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം കാണിക്കുന്നതൊക്കെ കുറെ എന്താ പറയുക ഇറിറ്റേഷൻ ആവാറുണ്ട്, ഡിസ്കസ്റ്റിംഗ് ആവാറുണ്ട്, ക്രിഞ്ച് ആവാറുണ്ട്. എന്നിരുന്നാലും സൗന്ദര്യമൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കൊണ്ടുപോവുകയാണ്. ഗെയിമിനെ കൊണ്ടുപോകുന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ പറയുന്ന സൗന്ദര്യമൊക്കെ. അതിന് എന്ത് കോപ്രായം കാണിച്ചിട്ടായാലും അപ്പം അതുകൊണ്ട് തന്നെ സൗന്ദര്യം 14ാമത്തെ ദിവസമായി ചത്ത് കിടക്കുന്നു മഞ്ജരി പറഞ്ഞതിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് പുറത്തുനിന്ന് കണ്ട ഒരാള്. അടുത്ത മുത്തു പറയുന്നു അൻഷിത 14 ദിവസം മാത്രമേ അൻഷിത ഉണ്ടായിരുന്നുള്ളൂ, ഫുഡിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നു. സൗന്ദര്യ പറയാണ് സത്യയുടെ പേരാണ് 15 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ഫുഡും അത്ര അധികം കഴിക്കുന്നുണ്ട്, ഗെയിം അങ്ങോട്ട് അധികം കളിക്കുന്നില്ല. സാജന അൻഷിതയാണ് 14ാമത്തെ ദിവസം ഫുഡ് കേസിൽ മാത്രം ഒതുങ്ങി പോകുന്നുണ്ട്. അടുത്ത് അൻഷിത റയാന്റെ പേരാണ് പറയുന്നത് 2 ദിവസം, ആദ്യത്തെ 2 ദിവസം ഒഴിച്ച് വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നതേ ഇല്ല. അടുത്ത് രഞ്ജിത്ത് വർഷണിയുടെ പേരാണ്. വർഷണി 14 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമേ ചെയ്യുന്നില്ല, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒന്നുമേ ചെയ്യുന്നില്ല. അടുത്ത് റാണവാണ് അൻഷിത 14 ദിവസം കഴിഞ്ഞിട്ട് അൻഷിത ഒന്നുമേ ചെയ്യുന്നില്ല, ഗെയിം കളിക്കുന്നില്ല. ജെഫ്രി ആനന്ദി 35 ദിവസം ഇവിടെ ആക്റ്റീവ് ആയിരുന്നു, പക്ഷേ ഇവിടെ ഉള്ള ഒരു മാനിപ്പുലേഷൻ ആണ്, ആനന്ദി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആനന്ദി ആക്റ്റീവ് അല്ലെന്നാണ് പറയുന്നത്. എനിക്ക് ജെഫ്രി പറഞ്ഞ ഒപ്പീനിയൻ കറക്റ്റ് അതുപോലെ പറയണം. കാരണം ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ വീട്ടിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്നാണ് ആനന്ദി എന്ന് പറയുന്ന ഈ കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ ആക്കിയെടുത്തത്. കാരണം അവള് മാനിപ്പുലേറ്റിംഗ് ആണ്, അവള് സംസാരിച്ച ആളുകളെ വശത്താക്കി എടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞാണ് ആനന്ദി ഈ ലെവലിൽ എത്തിയത്. അല്ലെങ്കിൽ ആനന്ദി മര്യാദയ്ക്ക് കളിച്ച് പോകാനുള്ള ആളായിരുന്നു, നന്നായിട്ട് കയറുന്നത്. പക്ഷെ അതോടുകൂടി ആനന്ദി മതിയാക്കി നിർത്തി. കാരണം കയറി വരുന്നത് ആനന്ദി നിർത്തി. ആനന്ദി പിന്നെ വന്നു. ആനന്ദി എല്ലാം നമുക്കറിയാം പോയിന്റ് ആയിട്ട് പറയുമായിരുന്നു. മുത്തു ബോയ്സിൽ എങ്ങനെയാണ് പറയുന്നത് അതുപോലെ ആനന്ദി പറയും. പക്ഷെ ഇപ്പം ഈ പറയുന്ന പോലെ ഇവർ അടിച്ചൊതുക്കി ആനന്ദി അവിടെ ഇരുത്തിക്കുന്നതാണ്. അപ്പൊ ആനന്ദി ഇത് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അപ്പൊ അടുത്ത് അരുൺ മഞ്ജരിയുടെ പേരാണ് പറയുന്നത് 14 ദിവസമേ മഞ്ജരി ഇവിടെ ഉള്ളൂ, ക്യാപ്റ്റനായിട്ട് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മഞ്ജരി. തർഷിക രഞ്ജിത്താണ് 21 ദിവസം ആക്റ്റീവ് ആയിരുന്നു, ക്വീൻ ടിവിക്ക് ശേഷം പിന്നെ കണ്ടിട്ടേ ഇല്ല. അൻഷിത തർഷികയാണ് 28 ദിവസം ഇവിടെ ആക്റ്റീവ് ആയിരുന്നു, പിന്നീട് ഭയങ്കരമായിട്ട് വീക്കായി. അത് കറക്റ്റ് കാര്യമാണ്. തർഷികയൊക്കെ എന്ത് അടിപൊളിയായിട്ട് തുടക്കത്തിൽ ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആളെന്നറിയാം, ഇപ്പോൾ ഡൗൺ ആയിപ്പോയി. വർഷണി പറയാണ് രഞ്ജിത്താണ് 32 ദിവസം ഇവിടെ ആക്റ്റീവ് ആയിരുന്നു, പിന്നെ ഒന്നുമില്ല. വിശാല് ജാക്ലിനാണ് 7 ദിവസം ഇവിടെ ആക്റ്റീവ് ഉണ്ടായിരുന്നുള്ളൂ, ആ പുറത്ത് കിടന്ന വിഷയത്തിലൊക്കെ പിന്നീട് ഒന്നും ആക്റ്റീവ് അല്ല. ഈ വിശാലൊക്കെ എന്തോന്ന് പറയുന്നേ എന്തോ എനിക്ക് പിടികിട്ടുന്നേ ഇല്ല. ജാക്ലിനൊക്കെയാണ് ആ വീട്ടിൽ ആക്റ്റീവ്. ഞാൻ പറയുമല്ലോ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 8 എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പേര് മുത്തു, ജാക്ലിൻ, സൗന്ദര്യ, സുനിത. ഇതിന് പുറത്ത് എനിക്ക് സത്യം ആനന്ദി, ഇതിന് പുറത്ത് എനിക്ക് ഒന്നുമേ ഓർമ്മ വരൂല. കാരണം ഇവരൊക്കെയാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയോ ആവട്ടെ, നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, വെറുക്കാം, എന്തോ വാട്ടോ മേ ബി, എന്തായാലും അവരാണിത് കൊണ്ടുപോകുന്നത്. ഈ സാധനം എസ്പെഷ്യലി മുത്തു, ജാക്ലിൻ അവരാണിത് കൊണ്ടുപോകുന്നത്. അപ്പൊ ശിവ പറയാണ് രഞ്ജിത്ത് അണ്ണൻ 25 ദിവസം ആക്റ്റീവ് ആയിരുന്നു, പിന്നെ കോമഡിയൊക്കെ ആയിട്ട് അങ്ങ് പിന്നെ സ്ട്രോങ് ആയിട്ടൊന്നും കാണുന്നില്ല. അടുത്ത് ജാക്ലിൻ വിശാലിനെ പറയാണ് 25 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അത്ര ദിവസം കോമഡി ഓട്ടിച്ചുകൊണ്ട് പോയി, ഇപ്പൊ കോമഡി വർക്ക് ആവുന്നില്ല. അപ്പൊ പവിത്ര വിശാൽ 40 ദിവസം ഇവിടെ ഫണ്ണ് അത് മാത്രമേ ഉള്ളൂ. റയാൻ രഞ്ജിത്താണ് 7 ദിവസം മാത്രമേ ആക്റ്റീവ് ആയിരുന്നുള്ളൂ, പ്രാങ്ക് അല്ലാതെ ഇവിടെ വേറെ ഒന്നും ആക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ സത്യ തർഷികയാണ് 21 ദിവസം മാത്രം ഇവിടെ ക്യാപ്റ്റൻഷിപ്പിന്റെ സമയത്ത് ആക്റ്റീവ് ആയിരുന്നു, പിന്നെ ആക്റ്റീവേ അല്ല എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത് കിട്ടിയവരൊക്കെ പറയുമെന്ന് പറയണം. അപ്പോൾ ജാക്ലിൻ പറയാണ് എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റത്തില്ല സാർ, നമുക്ക് ആർക്കും നമുക്ക് തോന്നിക്കഴിഞ്ഞാലേ നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഒരുപോലെ അല്ല, അപ്പം ഞാൻ ഒരുപോലെ ഇരിക്കാത്തതിനാണ് ഇപ്പം എനിക്ക് ഒരെണ്ണം കിട്ടിയത്. അപ്പോൾ അൻഷിത പറയുന്നു ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു, ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ കേസ് മുത്തു പറഞ്ഞത് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രഞ്ജിത്ത് സമി ഞാനെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്, തന്നതെല്ലാം എനിക്ക് നല്ലത്, ഞാൻ ഇനി നന്നായിക്കോളാം. ഈ രഞ്ജിത്തൊക്കെ 50 ദിവസം ബിഗ് ബോസിൽ നിന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ തലമണ്ട തന്നെ ഇടിച്ചു പൊട്ടിക്കാൻ തോന്നുന്നു. അപ്പോൾ തർഷികയുടെ ഒരു ഒപ്പീനിയനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇവർ ഇത്രയും ഒപ്പീനിയൻ പറഞ്ഞാൽ സാർ പലരുടെയും ഗ്രാഫ് മാറും വീക്കിലി. അന്നത്തെ ആ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് ഞാനത് സ്ട്രോങ് ആണെന്ന് പലരും പറഞ്ഞു, അന്ന് അങ്ങനെയായിരുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെ പറ്റില്ല. അത് കറക്റ്റ് പോയിന്റാണ്. കാരണം തർഷിക പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ ഓരോ വീക്കും ഓരോ ഗ്രാഫാണ്. ചില ദിവസം അത് ഇങ്ങനെ പോവാം, ചില ദിവസം അത് ഇങ്ങനെ വരും. അത് ഓരോ ദിവസം ഓരോ വേയിലാണ് ആ ഗെയിം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച ആക്റ്റീവായിരുന്നു,
നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അവർ ആക്റ്റീവായിരുന്നു ഫസ്റ്റ്, പിന്നെ അവരിപ്പോൾ അങ്ങനെ പറയാനേ പറ്റില്ല. കാരണം എനിക്ക് അന്നത്തെ ആ തർഷിക പറയുന്ന ഒപ്പീനിയൻ ഇതാണ്, എനിക്ക് അന്നത്തെ ആ 2-3 ആഴ്ച വരെ എൻ്റെ കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റി, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പക്ഷെ ഇന്ന് എനിക്ക് പറ്റുന്നില്ല. കാരണം ഗെയിം സ്ട്രോങ് ആയി വരുവാണ്. ആ തർഷിക പറഞ്ഞ സാധനം ഭയങ്കര വാല്യൂ ഉള്ള സാധനമാണ്. അപ്പോൾ വർഷിനി എനിക്കിപ്പോൾ കുറേ പേരൊക്കെ തന്നു, എനിക്ക് ഓപ്പൺ ആയിട്ട് ടൈം വേണ്ടി വന്നു, പിന്നെ അവരുടെ ഒപ്പീനിയൻ ഞാൻ മാനിക്കുന്നു. വിശാൽ, ഞാനിവിടെ എൻ്റർടൈൻമെൻറ്റ് മാസ്ക് ധരിച്ച് നിൽക്കുന്നത് ഇവർ പറയുന്നു, പക്ഷേ ഇതാണ് ഞാൻ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ വയ്യ. അപ്പോൾ വിജയ് സേതുപതി യു ആർ സേഫ്ഡ്, അടുത്ത് ബ്രേക്ക് പറഞ്ഞു പോകുന്നു. അപ്പോഴത്തേക്ക് അൻഷിത വേറെ റീസണൊക്കെ ഇവർക്ക് പറയാമായിരുന്നല്ലോ, ഞാനത് അക്സെപ്റ്റ് ചെയ്താണ്, ഞാൻ സംസാരിക്കണില്ലെന്നോ. അപ്പോൾ ജാക്ലിൻ, ഈ സുനിത പോയതിനു ശേഷം നീ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്. അടുത്ത് ബ്രേക്ക് കഴിഞ്ഞ് വന്ന് വിജയ് സേതുപതി അരുണിനെയും മുത്തുവിനെയും സേവ് ചെയ്യുന്നു. വിജയ് സേതുപതി ഷോപ്പിങ്ങിന്റെ ഡിസ്കഷനിലേക്ക് വരുവാണ്. അപ്പോൾ എത്ര പോയിന്റ് ഉണ്ടായിരുന്നു? 11,000 പോയിന്റ് ഉണ്ടായിരുന്നു. എത്ര ഷോപ്പ് ചെയ്തു? 12,040 ഷോപ്പ് ചെയ്തു. അപ്പോൾ പറയൂ, ഡീറ്റെയിൽസ് പറയൂ. അപ്പോൾ ജാക്ലിൻ, സാർ നമ്മളെല്ലാം പ്ലാൻ ആയിരുന്നു ചെയ്തിരുന്നത്, പക്ഷെ പെട്ടെന്ന് അകത്ത് കയറിയപ്പോൾ ടൈമർ നിങ്ങൾക്കില്ല, നിങ്ങൾ ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യൂ, അതിനുശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ബസർ അടിക്കുകയുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരാൾ കാൽക്കുലേറ്റർ, ഒരാൾ നെസസറി ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാൻ, ഒരാൾ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാൻ. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന സാധനങ്ങൾ. അപ്പോൾ 3000 ഈച്ച് വെച്ച്, ഞാൻ 3000, അൻഷിത 3000, സാജന 3000, അങ്ങനെ വെച്ച് 9,000 രൂപയുടെ സാധനം എടുത്തിട്ട് പിന്നെ 1000 രൂപയ്ക്കും കൂടി എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളതായിരുന്നു ഇവിടെ പ്ലാൻ. പക്ഷേ അവസാനം ടൈമർ എല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും വലിച്ചു വാരി എടുത്തിട്ട് ഒരുമിച്ച് കൂട്ടാൻ വന്നപ്പോഴാണ് പ്രശ്നമായത്. പിന്നെ സാജനയുടെ അവസാനം ഒരു റിവ്യൂ കേസും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായി. മഞ്ജരിയാണ് ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് പറയുന്നു. എന്താ മഞ്ജരി അത് അൻഷിതയാണോ സാജനയാണോ ആരാണ് ബെറ്റർ ആയിട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് അവിടെ വന്നത്. ആ ഒരു ഷോപ്പിംഗ് ഡെസ്കിൽ പോകാൻ സമയത്ത് കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻ ഈ സാജനയേക്കാൾ കൂടുതൽ ആര് പോയി കഴിഞ്ഞാൽ നന്നാവുമെന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം അൻഷിതയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ബാക്കി അത്യാവശ്യ സാധനങ്ങളെല്ലാം അൻഷിത എടുക്കുമായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം സാജന എടുത്ത് എടുക്കാനാണ്. മനുഷ്യ സാധനങ്ങളെല്ലാം എടുത്തത് കൂടിപ്പോയി. അപ്പോൾ സാജന, സാർ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായിരുന്നു. അപ്പോൾ ഇത് ബോയ്സ് എടുത്തുകൊണ്ട് പോയതാണോ, നമ്മുടെ ഗേൾസ് ടീമിലുള്ളവർ തന്നെ എടുത്തിട്ടതാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മഞ്ജരി, 11,000 പോയത് ഞാൻ അവിടെ ബ്ലെയിം ചെയ്യാൻ കാരണം 11,000 നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇനി അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആ കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് സാജന, സാർ ഞാൻ ഇത്ര സാധനങ്ങളാണ് എടുത്തത്, ഒരു ജാമ്, ഓരോരോ സാധനങ്ങളായിട്ട് ഒരു കാർഡ്, പിന്നെ ഇതൊരെണ്ണം എൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു, ഈ സാധനത്തിൻ്റെ ഒരെണ്ണം എല്ലാം. അത് പക്ഷെ കൃത്യമായിട്ട് സാജന പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. ഈ കേസിൽ സാജന ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി നെഗറ്റീവ് ഉള്ള ഒരാളാണ്, ഒത്തിരി നെഗറ്റീവായിട്ട് പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. വിജയ് സേതുപതി ഫേവറൊക്കെ കാണിക്കുന്നെങ്കിൽ പറയുന്നെങ്കിലും ഈ കേസിൽ, ലക്ഷറി കേസിൽ സാജന നിരപരാധിയാണ്. കാരണം സാജന ഒരു ജാമേ എടുത്തിട്ടുള്ളൂ. ടോട്ടൽ 6 ബോട്ടിൽ ജാമിൽ ഈ 5 ബോട്ടിൽ ജാം എടുത്തിരിക്കുന്നത് അൻഷിതയും ജാക്ലിനും കൂടിയാണ്. ഒരൊറ്റ ബോട്ടിൽ ജാം മാത്രമാണ് ഈ പറയുന്ന സാജന എടുത്തിട്ടുള്ളത്. അപ്പോൾ സാജന അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ സാർ എനിക്ക് മൊത്തത്തിൽ എനിക്ക് ഉറപ്പാണ്, ഞാൻ 2,190 രൂപയുടെ സാധനം മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. 3,500 3,500 അങ്ങനെയാണ് എടുക്കാൻ പറഞ്ഞത്. 3,500 7, എൻ്റെ 3 10 അങ്ങനെയാണ് എടുക്കാനിരുന്നത്. അപ്പം മഞ്ജരി പറയാണ്, സാർ ആക്ച്വലി ഇതിവിടെ ടി വിയിൽ കാണിക്കാത്തതുകൊണ്ട്. അപ്പം വിജയ് സേതു ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് അവളെ ബ്ലെയിം ചെയ്തത്? മഞ്ജരി, സാർ ടി വിയിൽ കാണിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അറിയത്തില്ല. പിന്നെ ഇവർ വന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ സാധനയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പം അൻഷിത, സാർ 4,000 വെച്ചാണ് എടുക്കാൻ തീരുമാനിച്ചത്. 4 എനിക്ക്, 4 ഈ പറയുന്ന പോലെ അവക്ക്. അപ്പം വിജയ് സേതു, നിങ്ങൾ ഏതിലെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക. ആദ്യം ജാക്ലിൻ പറഞ്ഞു 3 3 3 ആണെന്ന്, 3,000 ഇപ്പൊ സാജന പറഞ്ഞു 3,500 അങ്ങനെയാണെന്ന്. ഇപ്പോഴത്തെ നീ പറയുന്നു 4,000. ഇതിപ്പോൾ എന്താണ് സംഭവം? സാജന 2,190 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് കൂടിയത്? എന്തിനാണ് സാജനയെ പിന്നെ ബ്ലെയിം ചെയ്തത്? അപ്പോൾ സാജന പറയണം, സൗന്ദര്യമൊക്കെ പറഞ്ഞു സാർ, അതെടുക്കൂ ഇതെടുക്കൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ബ്ലെയിം ചെയ്തിരുന്നു ഒത്തിരി. ഞാൻ ഇതെടുത്തോണ്ടൊന്നില്ല, അല്ലെങ്കിൽ ഞാനാണ് കൊണ്ട് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ വിജയ് സേതുപതി. മഞ്ജരി പറഞ്ഞില്ലേ, സാർ ഞാൻ, മഞ്ജരിയും പറഞ്ഞു. അപ്പോൾ സാജന പറഞ്ഞു, സാർ ഞാൻ ജാം ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇവള് ജാക്ലിൻ, 2 നീ 2 ഇല്ല സാർ ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ സൗന്ദര്യ, സാർ കഴിഞ്ഞ ആഴ്ചയിൽ സാജന 2 ജാം എടുത്തുകൊണ്ട് വന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ സംശയത്തിൽ ഒരു സസ്പെക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞതാണ്, സന്ദേഹത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ മഞ്ജരി, സാജനെ നമ്മൾ അസംഷനിലാണ് ആ സാധനങ്ങളെല്ലാം പറഞ്ഞത്. അപ്പം ജാക്ലിൻ പറയണം, സാർ ഇവർ ഓരോരുത്തരും ആ സാധനം വേണം, ഈ സാധനം വേണം, നെയ്യ് വേണം. മഞ്ജരി പറഞ്ഞു നെയ്യ് വേണം, പിന്നെ മൈദ വേണമെന്ന് ഒരാൾ പറഞ്ഞു, പിന്നെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ, കോൺഫ്ലവർ വേണമെന്ന് ഈ പറഞ്ഞ പോലെ സൗന്ദര്യം പറഞ്ഞു. അപ്പോൾ ഓരോന്നും എടുക്കാൻ പോണതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇതെല്ലാം. കോൺഫ്ലവർ അല്ലല്ല, കോൺഫ്ലെക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എടുക്കാൻ പോകുന്നതിന് 3 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ മഞ്ജരി എന്ത് ചെയ്യുന്നു, ഈ സീൻ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് വിഷയമാക്കി. അടുത്ത സൗന്ദര്യം സാജനയും കൂടെ സേവ് ചെയ്യുന്നു. അപ്പം ആ കേസ് പറഞ്ഞ് നിങ്ങൾ നിർത്തുന്നു. അടുത്ത ബോയ്സ്, നിങ്ങൾ എടുത്താൽ എന്താ ഇഷ്യൂ വന്നത് എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ വിശാൽ പറയണം ഞാനും നോക്കിക്കൊണ്ടിരുന്നു, പക്ഷേ എന്ത് ചെയ്തു, അതിനകത്ത് കൂടിപ്പോയി, കുറച്ച് കാര്യങ്ങൾ കൂടിപ്പോയി. 2 കോൺഫ്ലക്സ് ഇവിടെ എടുത്തായിരുന്നു. 6000 നോക്കി എടുത്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിവിടെ 3000 തന്നതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ കറക്റ്റാണ് എടുത്തത്, ഇവരാണ് കൂടിപ്പോയത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വിജയ് സേതുപതി വരുന്നു. രാജാവും റാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ റാണവ് ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ സാജന എനിക്കിവിടെ ഒരു പണി ഉണ്ടായിരുന്നില്ല, ഞാനിവിടെ മിണ്ടാതെ ഇരുന്നു. എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് ടാസ്ക് ഒക്കെ കിട്ടിയത്, എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. ഇപ്പോൾ റാണവ് സാർ ഞാൻ ഫസ്റ്റ് ഡേ സൈലൻ്റ് ആയിരുന്നു, സെക്കൻഡ് ഡേ ഞാൻ ഇറങ്ങി കളിച്ചു. അപ്പം എന്താണ് നിങ്ങൾ ഇറങ്ങി കളിച്ചത്? വിജയ് സേതുപതി ചോദിക്കുന്നത്. അത് ഞാൻ പല്ലക്കൊക്കെ പിടിച്ച് അവർ വലിച്ചെടുത്തോണ്ട് പോകാൻ നേരത്ത് ഞാൻ പിടിച്ച് വലിച്ചു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അരുൺ പറയാണ് തലപതിയായിരുന്നു ഇവിടെ പവർ കാണിച്ചത്, സേനാധിപതി ആര്, നമ്മുടെ ദീപക്. ഇവിടെ റാണവൊന്നും ഒരു പവറും കാണിച്ചിട്ടില്ല. അപ്പോൾ മുത്തു പറയാണ് ഗം പോലെ ഇരുന്ന് ഒട്ടിയിരിക്കുകയായിരുന്നു രാജാവായിക്കോട്ടെ റാണി ആയിക്കോട്ടെ, 2 പേരും. തലപതീസാണ് 2ഉം പവർ കാണിച്ചത്, മഞ്ചരിയും ഈ പറയുന്ന പോലെ ദീപക്കുമാണ് തിളങ്ങി നിന്നത്. അപ്പോൾ ആനന്ദ് പറയാണ് ഇവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി നമ്മൾ കണ്ടില്ല, രാജാവിനുള്ള പവറും റാണിക്കുള്ള പവറും കണ്ടില്ല. രാജാവിനാണെങ്കിൽ ഓരോന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു, ഒന്നും കാണിച്ചില്ല. രാജാവ് ഒന്നും ഈ പറയുന്ന പോലെ ഒരു വൈൽഡ് കാർഡായിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയുന്ന റാണവിന് അവസരം കിട്ടിയപ്പോൾ അത് യൂസ് ചെയ്തില്ല. അപ്പോൾ റാണവ് പറയുന്നത് റൂൾ ബുക്ക് പോയാണ് സാർ ഞാൻ നോക്കിയത്, പിന്നെ എന്താ പറയുക, ഞാൻ ഓരോരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കിയില്ല, പ്രജകളുടെ പ്രശ്നം ഞാൻ നോക്കിയില്ല, ശരിയാ, പിന്നെ എൻ്റെ വേർഡ്സ് ഒക്കെ സ്റ്റക്കായിരുന്നു, പക്ഷെ എൻ്റെ ഐഡിയാസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപക് രാജഗുരുവിൻ്റെ അടുത്ത് വരെ ഞാൻ ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു സാർ, അങ്ങനെ ആയിപ്പോയി. അപ്പോൾ റയൻ ഐഡിയ ഒന്നും നല്ലതല്ലായിരുന്നു ഈ പറഞ്ഞ രാജാവിന്. അപ്പോൾ മുത്തു രാജാവ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മുത്തു പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. രാജാവ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇന്നലെ ആക്ടിവിറ്റി ഏരിയയിൽ നമ്മുടെ ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ്ങിൻ്റെ അവിടെ റാണവ് ഇങ്ങനെ രാജാവായിട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എന്താണ് കാണിക്കുന്നത്, റാണവ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, സെക്കൻഡ് ഡേ പിന്നെ എത്രയെങ്കിലും ഇറങ്ങി കളിച്ചു എന്ന് പറയുമ്പോൾ വിജയ് സേതുപതി റാണവെ മനസ്സിലായോ? ഓക്കെ സാർ എനിക്ക് മനസ്സിലായി, റാണവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നുണ്ട്, എന്നാലും റാണവ് അണഞ്ഞു. റാണവിന് ആ ടാസ്ക് കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല എന്നാണ് വിജയ് സേതുപതി പറയുന്നത്. റാണവ് മാത്രമല്ല സാജനയെ റാണവ് ഒരു പുല്ലും ചെയ്തിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു, ഇവരുടെ പ്രജകളുടെ വിശേഷം അന്വേഷിക്കാം, ഓരോരുത്തരെ തടവിലടയ്ക്കാനും ശിക്ഷ വിധിക്കാനും ഒക്കെ പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ മിണ്ടാതെ ഇരുന്നു. സേനാധിപതികളാണ് ഈ പവർ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അവർക്കായിരുന്നു പവർ. അവരെ പിടിച്ച് മഞ്ചരിയെ പിടിച്ച് റാണിയും ഈ ദീപകിനെ പിടിച്ച് രാജാവും ആക്കിയിരുന്നെങ്കിൽ ഇവരെ കുറെ കൂടെ കാണിച്ചേനെ. അപ്പം അതൊന്നും കണ്ടില്ല. ബ്രേക്കിന് പോകുന്നു. അപ്പം ആനന്ദി മുത്തുവിൻ്റെ പറഞ്ഞേടാ ജെഫ്രി ഇവിടെ ഒരു പണിയും ചെയ്യാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ജെഫ്രി പണിയൊന്നും ചെയ്തില്ല, പക്ഷേ ജെഫ്രിയുടെ ലുക്കും ഇടയ്ക്കിടയ്ക്ക് 1-2 ഡയലോഗ് അടിപൊളിയായിരുന്നു. അപ്പം റാണവ്, ശിവ, സത്യ ഇവരിയ്ക്കണം. അപ്പോൾ റാണവ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, ഏത് വെയിലാണ് ഇത് പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വിജയ് സേതുപതി തിരിച്ച് ബ്രേക്ക് കഴിഞ്ഞു വരുന്നു. സാജന നീ റാണിയായത് ശരിയായോ? അപ്പോൾ സാജന പറഞ്ഞു ഞാൻ റാണിയായിട്ട് ഒന്നിലും ഇടപെടരുത്, റാണി നിസ്സാര കാര്യത്തിൽ ഇടപെടരുത് എന്ന് ഈ പറഞ്ഞ പോലെ രാജമാത പറഞ്ഞു. അങ്ങനെ ഞാൻ മിണ്ടാതെ. വിജയ് സേതുപതി നിങ്ങൾ ചാൻസ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്ത സാജന? അപ്പോൾ നാട്ടിലെ പ്രേക്ഷകരെ കുറിച്ച്, നാട്ടിലെ ആൾക്കാരെ കുറിച്ച്, പ്രജകളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരക്കിയോ? അപ്പോൾ സാജന ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പം സത്യ സാർ ഇവിടെ കോമളദേശം മൊത്തം കോമയിലായിരുന്നു. ഇവിടെ ചെങ്കോൽ എടുക്കാൻ വേണ്ടി ഞാൻ പോയി, അപ്പോൾ എന്നെ പിടിക്കപ്പെട്ടു, പിന്നെ ഞാൻ ഗിവപ്പ് ചെയ്തു, പിന്നെ എനിക്ക് ഉഴപ്പായി. എനിക്ക് ഉഴപ്പായി. ഇവിടെ ഒരു പവറും ഇല്ല. അപ്പോൾ അൻഷിത ക്യാരക്ടർ ഇവിടെ ചെയ്തിട്ടില്ല സാജന. തലപതിയും പിന്നെ മുത്തശ്ശി പാട്ടി രാജമാത ഇവർ 2 പേരും തകർത്തോരുന്നു. പക്ഷേ ഇവർ 2 പേരുടെ തർക്കവും ഈ ദീപക്കും മഞ്ചരിയായിരുന്നു പോർട്രേറ്റ് ചെയ്ത് മെയിനായിട്ട് നിന്നിരുന്നത്. റാണിയെക്കാലം ഇവരാണ് ഇവിടെ ഡോമിനേറ്റിംഗ് പവർ ഉണ്ടായിരുന്നത്. മഞ്ചരി കട്ടയ്ക്ക് നിന്നു എന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ചരി റാണിയുടെ പവർ ഇവിടെ കുറവായിരുന്നു. പേഴ്സണലായിട്ട് ഇവിടെ അറ്റാക്ക് പലരും ചെയ്യുന്നുണ്ടായിരുന്നു എതിർ ടീമിൽ നിന്ന്. അപ്പം റാണിയിൽ നിന്നും സാജന യഥാർത്ഥത്തിൽ ക്യാരക്ടർ മാറി സാജനയായിട്ട് പുറത്തു വന്നു. പിന്നെ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം മോഷണം പോയി. അപ്പോൾ അത് ആരെ തെറ്റാണ്? അത് പടത്തലവത്തിയായ എൻ്റെ തെറ്റാണ് എന്ന് ഈ മഞ്ചരിയായിട്ട് പറയുന്നു. അപ്പോൾ സാജന ഞാൻ കെയർലെസ് ആയിട്ടിരുന്നുകൊണ്ടാണ്, അത് മഞ്ചരിയുടെ തെറ്റില്ല, ഞാൻ കെയർലെസ് ആയിരുന്നു, ശരിയാണ്, ഞാൻ ടാസ്ക് നേരെ ചെയ്തില്ല. വിജയ് സേതുപതി ഫസ്റ്റ് ഡേ എവിക്റ്റ് ആയി പോയിട്ട് തിരിച്ചു വന്ന ആളല്ലേ സാജന, ഇപ്പൊ റാണിയായിട്ടിരിക്കല്ലേ, എന്നിട്ട് പോലും എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? മഞ്ചരി റാണിയുടെ ഇൻപുട്സ്, റാണി കൊടുക്കേണ്ടിരുന്ന ഇൻപുട്സ് എല്ലാം റാണി മിസ്സാക്കി. അപ്പൊ സാജന ചെങ്കോല് മോഷണം പോയി, അത് പറയരുതെന്ന് പറഞ്ഞ ആളാണ് ഈ മഞ്ചരി. അവരെ അറിയിക്കരുതെന്ന് പറഞ്ഞാൽ ഈ മഞ്ചരി തന്നെ ചെന്ന് പറഞ്ഞിച്ചു കൊടുത്തു. അപ്പോൾ വിജയ് സേതുപതി പവിത്ര രാജഗുരുവായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ ജാക്ലിൻ ഒറ്റുകാരനായിട്ട് ആരും കണ്ടുപിടിച്ചില്ല. അപ്പോൾ ശിവ ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾ 2 പേരെ പൊളിയായിരുന്നു. ശിവയുടെ ഒറ്റുകാരനോ ആരും പറയുന്നത് നമ്മളെല്ലാവരും അഭിനയിച്ച് തകർക്കായിരുന്നു ശിവയുടെ മുമ്പിൽ. അങ്ങനെ അതും കഴിയുന്നു. പവിത്രയും ജാക്ലിനെയും സേവ് ആക്കുന്നു. ആ കേസ് കഴിയുന്നു. അടുത്ത വിജയ് സേതുപതി നിങ്ങളുടെ റോസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. അത് എൻ്റർടൈൻ ആയി നിങ്ങൾക്ക് ചെയ്യാമായിരുന്നുവെങ്കിലും ഇതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടുകൊണ്ടാണ് സൗന്ദര്യയായാലും സാജനയായാലും സൗന്ദര്യ ബോയ്സിനെ ചെയ്തതായാലും നിങ്ങളെല്ലാവരും കൂടി ശിവയെ സൗന്ദര്യം ചെയ്തതായാലും അതെല്ലാം ഉള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ ഇങ്ങനെ അല്ല അത് ചെയ്യേണ്ടത്, അത് എൻ്റർടൈൻമെൻ്റ് ആക്കിയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് റാണവിനെയും ബർത്ത്ഡേ ആയിട്ട് സേവ് ആക്കുന്നു. ബാക്കി നോമിനേഷനിൽ 4 പേരുണ്ട്, റയാൻ, ആനന്ദി, വർഷിണി, തർഷിക.
ഇവർ 4 പേരും ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നു. പോകുമ്പോൾ തന്നെ അവിടെ ഒരു പടച്ചട്ടയും നമ്മുടെ വാൾ ഇങ്ങനെ ചുവരിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു പടച്ചട്ട പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ വാൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുമല്ല, ഇതിങ്ങനെ 4 വാൾ ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. വാൾ വലിച്ചൂരാൻ പറയുന്നു. വലിച്ചൂരുമ്പോഴത്തേക്കും വാളിന്റെ തുമ്പറ്റത്ത് ചുമന്ന കളർ വർഷണിയുടേത്, ബാക്കി എല്ലാവരും പച്ച കളർ. എവിക്റ്റഡ്. ഭയങ്കര ഹാപ്പി വർഷണിക്ക്. പക്ഷെ വർഷണി പോയതിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. വർഷണി റിയൽ ആണ്, ജെനുവിൻ ആണ്, ഒറിജിനൽ ആണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും ഭയങ്കര കെട്ടിപ്പിടിക്കുന്നു. വിഷമമുണ്ട്. അരുണൊക്കെ ഭയങ്കര വിഷമം. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഈ സീനുകളൊന്നും നമ്മളെ എപ്പിസോഡിൽ കണ്ടിട്ടില്ലല്ലോ. വർഷിനി ഇത്രയും ദിവസം പോർട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വർഷിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒന്നും ചെയ്യാത്ത കെയർലെസ് ആയിട്ട് നടക്കുന്ന, ബിഗ് ബോസ് എന്തെന്ന് പറഞ്ഞാൽ ഒരു മണ്ടി പൊട്ടി ക്രാക്ക് പിടിച്ച ഒരാളായിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, മഞ്ജരി ജെനുവിൻ ആയിരുന്നു എന്നുള്ള കാര്യം ഇന്ന് എവിക്ഷൻ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. മഞ്ജരി ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ മഞ്ജരി ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇത് അവര് അപ്രിഷിയേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ആ സാധനം മനസ്സിലായത്. പക്ഷെ ഇത് എപ്പിസോഡിൽ ഇല്ലടേ. ഞാൻ കണ്ട എപ്പിസോഡിലൊന്നും ഇല്ല. എങ്കിൽ ഞാൻ ഒരു തവണയെങ്കിലും ഞാൻ പറയില്ല, ഇത്രയും ദിവസം ഞാൻ വർഷണിയെ എന്തെല്ലാം പറഞ്ഞു. അപ്പൊ വർഷണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ജെനുവിനിറ്റി എങ്കിലും കാണിച്ചിട്ടുണ്ട്. ആ സാധനം പോലും ഇല്ല. ബിഗ് ബോസിനെ കാണിക്കാനുള്ള സാധനം അല്ല ഇത്. പക്ഷെ ആ സാധനം കാണിച്ചത് എപ്പിസോഡിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, വർഷണി എവിക്റ്റ് ആവുന്നു, സ്റ്റേജിൽ വരുന്നു, ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കുകയാണ്, കണ്ടസ്റ്റൻസിനോട് ചേരുന്നു, എല്ലായിടത്തും ഭയങ്കര സന്തോഷം. ജാക്ലിനും റയാനും ജെഫ്രിയും സൗന്ദര്യം കൂടെ ഒക്കെ നമ്പിയപ്പോൾ യാരോം ഇല്ലേ ആ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. ഭയങ്കര ഹാപ്പി കേട്ടോ. ഇതുവരെ ഒരു കണ്ടസ്റ്റന്റ് ഇത്ര ഹാപ്പി ആയിട്ടൊന്നും സ്റ്റേജ് ചെയ്യുന്നില്ല എന്നൊക്കെ സേതുപതി പറയുന്നു. നേരെ പോകുന്നു. അതിനുശേഷമാണ് വിജയ് സേതുപതി, ഗാർഡൻ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഇനി ഒരു ഗിഫ്റ്റ് ഉണ്ട്, വയൽക്കാടാണോ, പോയി നോക്ക്. ഒരു പെട്ടിയുണ്ട്, പോയി നിൽക്കുന്നു. ഇതെന്തായിരിക്കും? മുത്ത് പറയുന്നത് ദർശയായിരിക്കും. ഒരു പെട്ടിയാണ്, വലിയ പെട്ടി. അരുൺ പറയുന്നു കേക്ക് ആയിരിക്കും 50th ഡേയുടെ, അല്ലെങ്കിൽ ഇവന്റെ ബർത്ത്ഡേയുടെ കേക്ക് ആയിരിക്കും റാണവിന്റെ. അപ്പൊ സൗന്ദര്യ വെടിഗുണ്ടായിരിക്കും. അപ്പം രഞ്ജിത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള കത്തോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ സത്യ ഡബിൾ എവിക്ഷൻ ആയിരിക്കുമോ? അപ്പൊ ശിവ കേക്ക് അല്ലെങ്കിൽ ഒരാള്. അപ്പൊ അൻഷിത ഇനി അടുത്ത വാരം ഇൻട്രസ്റ്റ് ആക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. ഈ ആഴ്ച ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള സാധനങ്ങളായിരിക്കും. അങ്ങനെ പെട്ടി തുറക്കുന്നു. പെട്ടിക്കകത്ത് ഒരു കേക്കാണ്. അതിൻ്റെ കൂടെ ഒരു കാർഡും ഉണ്ട്. സിംഗം സിംഗിളാദ വരുവേ എന്നാണ്. അതായത് പുലി ഒറ്റയ്ക്ക് വരും, സിംഗം സിംഗമാത വരം എന്ന് പറഞ്ഞിട്ടില്ല. ആ ഡയലോഗാണ്. അപ്പൊ മുത്തു ഇതാരായിരിക്കും? വയൽക്കാട്. അപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ വീട്ടിനകത്തായിരിക്കും, പോയി നോക്ക് എന്ന് പറയണം. അപ്പൊ എല്ലാവരും വന്ന് ഇരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിംഗം സിംഗിളാദ വരും. അപ്പൊ വയൽക്കാട് ഇവിടെ സ്റ്റോർ റൂമിലാണോ? അവിടെയാണോ ഇവിടെയാണോ? അപ്പൊ വിജയ് സേതുപതി ഒന്ന് ചിന്തിച്ച് നോക്ക്. സിംഗം സിംഗിളാദ വരും. സിംഗം നിങ്ങൾ ബാക്കിയുള്ള ഈ വയൽക്കാടിനെ സിംഗം എന്ന് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വയമായിട്ട് സിംഗം എന്ന് ചിന്തിച്ചുകൂടാ? അപ്പൊ നിങ്ങളാണ് ആ സിംഗം എന്ന് പറയുന്നത്. അപ്പൊ മുത്തു ഷേടാ ഇൻഡിവിജ്വൽ ഗെയിം ഇനി മുതൽ കോർട്ടില്ല. ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പോവാണ്. അപ്പൊ പവിത്രയാണോ അതോ മഞ്ജരിയാണോന്നല്ല ആരോ ഒരാള് എടോ നോക്ക് കോർട്ട് അല്ല. അവൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിട്ട് വീട്ടിൽ എന്തെങ്കിലും മാറ്റം ശ്രദ്ധിച്ചു, അതായത് നടുക്കോട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ കോർട്ടില്ല, നോക്ക് അവിടെ വരയില്ല, അതിൽ വരമ്പില്ല. അപ്പൊ എല്ലാവരും അയ്യോ സാർ നമുക്ക് ഇനി എങ്ങനെ കളിക്കണമെന്ന് അറിഞ്ഞുകൂടാ സാർ, നമ്മൾ 50 ദിവസം കളിച്ച എങ്ങനെയാണ് സാർ, നമുക്ക് ഇതേ അറിയാവൂ സാർ, ഗ്രൂപ്പേ അറിയാവൂ സാർ. അപ്പൊ മുത്തു അപ്പൊ ദീപക് അയ്യോ നമ്മളിനി എങ്ങനെ കളിക്കും, നമുക്കിപ്പോ ടീമേ ആയിപ്പോയല്ലോ, ഇപ്പൊ എങ്ങനെ കളിക്കും? വിജയ് സേതുപതി ഇനി ടീം ഇനി ഇല്ല, കപ്പ് ഒരാൾക്കാണ്, പൈസ ഒരാൾക്കാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ഒറ്റയ്ക്ക് ഇനി കളിക്കണം, ഇൻട്രസ്റ്റിംഗ് ആക്കണം. പിന്നെ ടീമിന്റെ ലീഡറിന്റെ പിറകെ ഒളിച്ചിരിക്കുന്ന പരിപാടിയൊന്നും ഇനി നടക്കത്തില്ല എന്ന് പറയുന്നു. അടുത്ത് ബൗളിൽ കുറെ ലോഡ്സ് ഒക്കെ വരുന്നു. ലോഡ്സ് ഓരോരുത്തർ ഓരോന്നും ഇത് എടുക്കുന്നു. അപ്പം 6 യെല്ലും ആണ് ലോഡ്സിലുള്ളത്. കുറച്ച് പേർക്ക് 6 കുറച്ച് പേർക്ക് എല്ലും കിട്ടുന്നു. അപ്പം 6 കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഇതാണ്, ഓരോ ബെഡ്റൂമാണ്. 6 റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂമും 7 ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമും മിക്സ്ഡ് ആണല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പം ഒരറ്റത്ത് നമ്മുടെ ഡബിൾ ബെഡ് കിട്ടുന്ന ആൾക്കാരാണ് ശിവ, അരുൺ, മുത്തു, സാജന, തർഷിക, വിശാൽ, സത്യ, ആനന്ദി, റാണവ്. ഇവർക്ക് 9 പേർക്കും ഡബിൾ ബെഡാണ് കിട്ടുന്നത്. അപ്പൊ ഇവരങ്ങോട്ട് പോകുന്നു. അടുത്ത് നമ്മുടെ സിംഗിൾ ബെഡ് കിട്ടുന്ന ആൾക്കാര് റയാൻ, ജാക്ലിൻ, അൻഷിത, ജഫ്രി, സൗന്ദര്യ, മഞ്ജരി, പവിത്ര, രഞ്ജിത്ത്, ദീപക്. ഇവർക്ക് എത്രയാണ് സിംഗിൾ ബെഡ്റൂം. അപ്പം ഇവരിങ്ങനെ 9 പേര്. ഇപ്പോഴും ഈ വീട്ടിൽ 18 പേരുണ്ടല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. 18 പേര് ഇപ്പോഴും നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നത്. കാരണം 50 ദിവസം കഴിഞ്ഞിട്ട് 18 പേര്, എത്ര 5-6 എവിക്ഷൻ നടക്കാനുള്ള സമയം കഴിഞ്ഞു. വീണ്ടും അയൽക്കാരൻ്റെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറെ ഡബിൾ എവിക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. 2 ഡബിൾ എവിക്ഷൻ വന്നു. അപ്പോൾ കുറെ പേര് പോയി. ചിലപ്പോൾ അടുത്ത ആഴ്ച വയൽക്കാരോടെ കയറുകയാണെങ്കിൽ വീണ്ടും 19 ആവും. വിജയ് സേതുപതി ഇൻട്രസ്റ്റ് ആയി കളിക്കാൻ പറഞ്ഞിട്ട് പോകുന്നു. അപ്പം പിന്നീട് ദീപക്കും മഞ്ജരിയും മുത്തും പിന്നെ ബെഡൊക്കെ പിടിക്കുന്നു. ദീപക്കും മുത്തും മഞ്ജരിയോട് സംസാരിക്കണം. മുത്ത് പറഞ്ഞു ഇനി ഇവിടുത്തെ ബുള്ളി ഗ്യാങ് തുടങ്ങും. അപ്പോൾ മഞ്ജരി ഇവിടെ ഓൾറെഡി തന്നെ ബുള്ളി ഗ്യാങ് 2-3 എണ്ണം ഒക്കെ ഉണ്ട്. അപ്പോൾ ദീപക്ക്
ഇനി ഗ്രൂപ്പ് ആവും എന്ന് പറയാണ്. ശരിക്കും പിന്നീട് റാണവ് എന്ത് ചെയ്യുന്നു, വാഷ്റൂമിൽ പോയി കരയുന്നു, ബർത്ത്ഡേ ഒക്കെ വീട്ടുകാരൊക്കെ മിസ് ചെയ്തിട്ട് റയാൻ സമാധാനിപ്പിക്കുന്നു. റാണവിന്റെ കേക്കൊക്കെ വരുന്നു, കേക്ക് മുറിക്കും പോലെയൊക്കെ അവർ കുറെ ഇതൊക്കെ എറിപ്പന്തും കുറെ അങ്ങോട്ട് കളിച്ച് ചിരിച്ചൊക്കെ നിൽക്കുകയാണ്, ഭയങ്കര ഹാപ്പി. പക്ഷെ ഇനി നടക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? ഈ സീസണിൽ ഇവർക്ക് ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ, ഇവർക്ക് ഇനി ഇൻഡിവിജ്വലായിട്ട് കളിക്കാം. അതായത് ശിവയ്ക്ക് ശിവയായിട്ടും അരുണായിട്ടൊക്കെ കളിക്കാമെങ്കിലും റൂം അങ്ങനെ ഇരിക്കുന്നത് അത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. കാരണം റൂം രണ്ടറ്റത്താണ്. ഉറപ്പായിട്ടും ആ റൂമിനകത്തുള്ളൊരു ഗ്രൂപ്പാവും. കാരണം ഇവർ 50 ദിവസം കളിച്ചത് അങ്ങനെയാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസം ചില കാര്യങ്ങൾ ശീലിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളത് പഠിക്കും, നമ്മളങ്ങ് ശീലിച്ച് പോകും. നമ്മളൊരു പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് വന്ന് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഫോൺ അതായി അല്ലേ, നമ്മൾ ശീലിക്കും. അപ്പം അതുപോലെ ഇവരെന്ത് ചെയ്യും, ആ റൂമിനകത്തുള്ളവരൊന്ന് സെറ്റായി വരുമ്പം, കാരണം ഇത് ഒരു ബിഗ് ബോസിലും അങ്ങനെ നടക്കത്തില്ല, ഈ റൂമിനകത്തുള്ളവർ സെറ്റായി വരത്തേ ഇല്ല. പക്ഷേ ഇവർ റൂമായിട്ട് താമസിക്കുന്നത് കൊണ്ട് ഇത്രയും ദിവസം ഒരു ഗ്രൂപ്പായിട്ട് കളിച്ചതും കൂടിക്കൊണ്ട് ഈ റൂമിനകത്തുള്ളവർ ഒബ്വിയസ്ലി ഗ്രൂപ്പായിട്ട് മാറും. എന്തെങ്കിലും പ്രശ്നം വന്ന് ഇത് പൊട്ടുകയാണെങ്കിലേ ഉള്ളൂ. പ്രശ്നം വരുന്നവരെയും ഗ്രൂപ്പ് തന്നെ ആയിരിക്കും 2 റൂം. അതായത് ശിവ, അരുൺ, മുത്തു, സാജന, തർഷിക, വിശാൽ, സത്യ, ആനന്ദി, റാണവ് ഇവർ ഇത്രയും ഒരൊറ്റ ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കും. അതിനകത്ത് ആദ്യം തന്നെ അരുൺ പറയുന്നുണ്ട്, അപ്പം നമുക്ക് എല്ലാവർക്കും ബെഡായല്ലോ, ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് നിൽക്കണേ എന്നിങ്ങനെ അരുൺ പറയുന്നുണ്ട് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരു ഗ്രൂപ്പിസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം തന്നെ മുത്തു പറയുന്നുണ്ട്, നോക്ക് എല്ലാ ചെറ്റകളും കൂടെ ഇപ്പോൾ ഒരുമിച്ചായി, ഇവിടുത്തെ എല്ലാ തല്ലിപ്പൊളികളോടും ഒരുമിച്ച് ശിവ അണ്ണൻ, നീ, ഞാൻ എന്നൊക്കെ പറഞ്ഞ് പറയുകയാണ്. അപ്പം ഇതേ സമയത്ത് അപ്പുറത്തെ റൂമിനകത്തും ജാക്കലിൻ കെട്ടിപ്പിടിക്കുന്ന രഞ്ജിത്തിനെ, അണ്ണാ ഇനി ഗ്രൂപ്പൊന്നുമില്ല, ഒറ്റയ്ക്കൊക്കെ കളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. അപ്പം ഇവർ ഉറപ്പായിട്ട് ഗ്രൂപ്പാവും. ഇന്നിപ്പോൾ രാത്രി കാണുമ്പോൾ അറിയും നമ്മുടെ ഗ്രൂപ്പായിരിക്കും. പക്ഷെ നാളെ മുതൽ കുക്കിംഗ് ടീം, വെസൽ ടീം 4 ടീം വരും. കുക്കിംഗ്, വെസൽ, ഫ്ലോർ, ഹൗസ് ക്ലീനിങ്. കുക്കിംഗ്, വെസൽ, ഫ്ലോർ, പിന്നെ ഒരെണ്ണോടുണ്ടല്ലോ, ഓർമ്മയില്ല. അപ്പോൾ നാളെ ടീമായിട്ടൊക്കെ തിരിയും ബാത്റൂം. അപ്പം അങ്ങനെ ടീമായിട്ട് തിരിയും. ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം ഇവർ ഒറ്റയ്ക്കൊന്നും കളിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട, ഗ്രൂപ്പായിട്ടേ കളിക്കത്തുള്ളൂ. കാരണം കുറച്ച് ദിവസം പോയിട്ടേ ഒറ്റയ്ക്ക് കളിക്കുള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് ഓഫ് ഒരു 1 വീക്കെങ്കിലും അവർക്ക് വേണം ഈ ഒറ്റയ്ക്കുള്ള മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റായി വരും. അപ്പോൾ ഒരു പുതിയ ബിഗ് ബോസ് പോലെ വീണ്ടും നമ്മൾ കാണേണ്ടി വരും മിക്കവാറും. നോക്കാം നമുക്ക്. 50th ഡേ ആയിട്ട് വളരെ മോശം. കാരണം 50th ഡേയുടെ പെർഫോമൻസോ കാര്യങ്ങളോ, ഒരു 50th ഒരു വീടൊക്കെ 50th ഡേ അണിയിച്ചൊരുക്കുമല്ലോ, അങ്ങനെ പോലും ഒരു സംഭവം ഇല്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടൊരു മോശമായിട്ട് തോന്നിപ്പോയി. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വരാം, റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. റിവ്യൂ ഞാൻ തുടങ്ങിയിട്ട് 50 ദിവസമായി, അതിൻ്റെ വിശേഷങ്ങളും പറയുക, നിങ്ങളുടെ കമൻസും പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.